നമ്മളൊരു സർക്യൂട്ടിന് വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ആണോ കപ്പാസിറ്റൻസ് റേറ്റിംഗ് ആണോ ആദ്യം നോക്കേണ്ടത്. സപ്പോസ് നമ്മുടെ കയ്യിൽ രണ്ട് കപ്പാസിറ്റർ ഉണ്ട്, 100 മൈക്രോ ഫാരഡിൻ്റെയും അതേപോലെ തന്നെ 1000 മൈക്രോ ഫാരഡിൻ്റെയും. ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെയും വോൾട്ടേജ് റേറ്റിംഗ് 25 വോൾട്ടാണെന്ന് അസ്യൂം ചെയ്യുക. ഇതിലേക്ക് നമ്മൾ 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. രണ്ട് കപ്പാസിറ്ററിലേക്ക് നമ്മൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ കപ്പാസിറ്ററിനെ ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ രണ്ട് കപ്പാസിറ്ററിനെ ഓരോ LED-യിലേക്ക് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 മൈക്രോ ഫാരഡ് കണക്ട് ചെയ്തിട്ടുള്ള LED വളരെ കുറച്ച് നേരം മാത്രമാണ് പ്രകാശിക്കുക. അത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്താവും, ഓഫാവും. അതേ മൈക്രോ ഫാരഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള LED കുറച്ച് നേരം കൂടിയും കമ്പയർഡ് ടു 100 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കുറച്ച് നേരം കൂടി അത് എന്ത് ചെയ്യും, ആ LED പ്രകാശിക്കും. എന്നിട്ട് പിന്നെ അതും ഓഫാവും. സോ ഇവിടെ നമ്മൾ വോൾട്ടേജ് റേറ്റിംഗ് രണ്ടും എന്തായിരുന്നു, സെയിം ആയിരുന്നു. രണ്ട് കപ്പാസിറ്ററിൻ്റെയും വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആയിരുന്നു. കപ്പാസിറ്റൻസിലാണ് ഡിഫറൻസ് വന്നത്. പക്ഷേ നല്ല വലിയൊരു ഡിഫറൻസിലുള്ള കപ്പാസിറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷെ എന്നാലും വലിയ ഡേഞ്ചർ ഉണ്ടായില്ല, അല്ലേ? വലിയ ഡേഞ്ചർ ഉണ്ടായില്ല. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇവിടെ നമ്മൾ കപ്പാസിറ്റൻസ് റേറ്റിംഗ് സെയിം ആക്കിയിട്ട് വെക്കും, വോൾട്ടേജ് റേറ്റിംഗ് ഡിഫറെൻ്റ് ആക്കും. ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 25 വോൾട്ടാണ്, സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 5 വോൾട്ടാണ്. ഈ രണ്ട് കപ്പാസിറ്ററിലേക്കും നമ്മൾ 9 വോൾട്ട് ബാറ്ററിയാണ് കണക്ട് ചെയ്യണത്, 9 വോൾട്ട് ബാറ്ററി. അപ്പോൾ അവിടെ കപ്പാസിറ്റൻസ് സെയിം ആണ്, വോൾട്ടേജ് റേറ്റിംഗ് രണ്ട് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ആണ് ഡിഫറെൻറ്റ്. സോ അതിൽ നമ്മൾ 9 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് 5 വോൾട്ട് കപ്പാസിറ്റർ 9 വോൾട്ട് ബാറ്ററിയിൽ ചാർജ് ആവും. അതിനൊരു കുഴപ്പമില്ല, കാരണം അതിന് 25 വോൾട്ട് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ മറ്റേ കപ്പാസിറ്ററിന് 5 വോൾട്ട് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് 9 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കപ്പാസിറ്റർ എന്ത് ചെയ്ത് പോവും, ബേൺ ആയി പോവും. ആ കപ്പാസിറ്റർ കേട് വരും, അല്ലേ? അവിടെ ഒരു എക്സ്പ്ലോഷൻ വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത്രയ്ക്കും ഡേഞ്ചറസ് ആണ് എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം പ്രിഫറൻസ് റേറ്റിംഗ് ആണ്, വോൾട്ടേജ് റേറ്റിംഗ് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ എന്ത് നോക്കാൻ പാടുള്ളൂ, കപ്പാസിറ്റൻസ് നോക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ കപ്പാസിറ്റൻസ് ചൂസ് ചെയ്യുക. ഫസ്റ്റ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് വോൾട്ടേജ് റേറ്റിംഗ് ആണ് ഫോർ അവർ സേഫ്റ്റി.